ഭൂരിപക്ഷമാണ് എം വി ജയരാജന് ധർമ്മടം മണ്ഡലത്തിൽ കിട്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കണം, 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മട്ടന്നൂരിൽ എത്ര വോട്ടാണ് വ്യത്യാസം? 3,000 വോട്ടാണ് ജയരാജനും സുധാകരനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് കോട്ട കൊത്തളങ്ങൾ ഇളകിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ജാതിയുമായി എം വി ഗോവിന്ദൻ പോകുന്നുണ്ടല്ലോ. എം വി ഗോവിന്ദന്റെ മണ്ണിൽ തളിപ്പറമ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് പാർലമെന്റിൽ വിജയിച്ചത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കാസർഗോഡും കണ്ണൂരുമുള്ള CPM-ന്റെ നെടും കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ ആരെയും എന്തും ചെയ്ത് കശാപ്പ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് കശാപ്പ് ചെയ്യാൻ കത്തിയുമായി വന്നാൽ അവരെ പരിഹസിച്ചു വിടുന്ന നാടായി കണ്ണൂരും കാസർഗോഡും മാറി. എന്നാലും കലി അടങ്ങിയെന്ന് ഞാൻ കരുതുന്നില്ല. വടകരയിൽ നിന്ന് സംഭവിച്ചത് നമുക്കറിയാം. ഷാഫി പറമ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് അവിടെ ആഞ്ഞടിച്ചു. ഇവിടെ പ്രേമചന്ദ്രൻ, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടത്. പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം എത്രയാണ്? ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ചടയമംഗലം പോലുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെ കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളെക്കാൾ കഠിനമായ ചില പാർട്ടി ഗ്രാമങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. കടക്കൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഒരു CMPയുടെ നേതാവ് പ്രവീൺ ദാസിനെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ പുറകിലോടി വന്ന് വെട്ടിക്കൊന്ന ഒരു സ്ഥലമാണ് കടക്കൽ. ആ കടക്കലിനെ വെട്ടിക്കൊല്ലിന് ശേഷമാണ് TPയെ വെട്ടിക്കൊന്നത്. 1 വയസ്സുണ്ടായിരുന്നു ആ കൊച്ചിനെ, അയാളുടെ മകൻ ആ സമയത്ത്. ആ കുട്ടി ഇപ്പോ BA പാസ്സായി. എന്തായാലും ശരി, ആ കടക്കൽ പോലും, കടക്കൽ കുമ്മിളല്ലേ അവിടെയുള്ള കടക്കൽ കുമ്മിൾ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു. കൊല്ലത്ത് ജയിച്ചു. ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം തിരുവനന്തപുരത്തും നമ്മൾ ജയിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ നില ഇരട്ടിയായി മെച്ചപ്പെട്ടുവെങ്കിലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പാർലമെന്റിൽ ഒരു അബദ്ധം പറ്റിയ ഒരു സ്ഥലമാണ് തൃശ്ശൂരിൽ. പക്ഷേ തൃശ്ശൂരുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരാൾക്കൊരബദ്ധം പറ്റാതിരിക്കില്ല, പക്ഷെ 9 പ്രാവശ്യം പറ്റുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ 2ാം പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ മഹാനടൻ സുരേഷ് ഗോപി ഇപ്പൊ എവിടെയാ പോയെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം കേരളം വിട്ടുപോവാന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്, എൻ്റെ സുഹൃത്താണ്. ഹാസ്യ നടനവും നല്ലതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നടനത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അപഹാസ്യ നടനം എന്ന് മാത്രമേ മന്ത്രിയായ സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ കഴിയൂ. അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ 5 വർഷക്കാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് ഇടക്കാല തെരഞ്ഞെടുപ്പുകളാവട്ടെ, അല്ലെങ്കിൽ അസംബ്ലി ബൈ ഇലക്ഷൻ ആവട്ടെ, പാർലമെന്റ് ആവട്ടെ, പഞ്ചായത്താവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഒരിടത്ത് പോലും മാൻഡേറ്റ് നിലനിർത്താൻ പറ്റാത്ത ഒരു ഭരണകക്ഷി ആയി ഇന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രം ആവശ്യമല്ല, അത് ഈ കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ യുവാക്കളുടെ, കർഷകന്റെ, സാധാരണക്കാരന്റെ, സ്ത്രീകളുടെ, വീട്ടമ്മമാരുടെ, മുഴുവൻ ആളുകളുടെയും ആവശ്യമായി ഇനിയും കേരളത്തിൽ ഒരിക്കൽ കൂടി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാമെന്ന് മാത്രമല്ല, അതിനായി പ്രവർത്തിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതാതെ. അദ്ദേഹത്തിൻ്റെ വാഹനം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എങ്കിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാസർഗോഡിൻ്റെ വീരനായകനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. UDF-ന്റെ നേതാക്കന്മാരുണ്ട്. അവർ വേദിയിലേക്ക് വരുന്ന ഈ സന്ദർഭത്തിൽ തൃക്കരിപ്പൂരിൻ്റെ മണ്ണിൽ അവരെ തൃക്കരിപ്പൂരിൻ്റെ മണ്ണിലേക്ക് അവരെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞ ഈ സന്ദർഭം തീർച്ചയായും എനിക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഞാൻ അവരെ സ്വാഗതം ചെയ്യണമെന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ പോലും അവർ ഈ വേദിയിലേക്ക് കയറി വരട്ടെ. ഞാൻ എൻ്റെ സംസാരം ആ സന്ദർഭത്തിൽ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു കാര്യവും കൂടെ ഞാൻ പറയാം.
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? എല്ലാ വികസന കാഴ്ചപ്പാടുകളെയും തല്ലിത്തകർത്ത നേതാക്കന്മാർ. നിങ്ങൾക്കറിയാമല്ലോ, പരിയാരം കോളേജിൽ കെ കരുണാകരന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടി വന്നു. കാരണം റോഡിൽ മുഴുവൻ സമരമായിരുന്നു. ഇവിടെ ഇതാ എത്തിക്കഴിഞ്ഞു. ഇതാ അവരുടെ ഈ വേദിയിലേക്ക്, സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, CMPയുടെ അഭിവാദ്യം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നായകൻ VD സതീശൻ നയിക്കുന്ന പുതിയൊക്കെ യാത്ര ഇതായി വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ നേതാവേ, UDF സിന്ദാബാദ്. VD സതീശൻ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ധീര ധീര VD സതീശ, ധീരതയോടെ നയിച്ചോളൂ. പുതുയുഗ യാത്രയുടെ നായക, പുതുയുഗ യാത്രാ നായക, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, തൃക്കരിപ്പൂരിന്റെ അഭിവാദ്യങ്ങൾ. UDF സിന്ദാബാദ്. ബഹുമാനായ ജാഥ ലീഡർ ഹാരാർപ്പണം ചെയ്യുന്നവർ അടിയന്തരമായും സ്റ്റേജിൽ വന്ന് ഹാരാർപ്പണം നടത്തേണ്ടതാണ്. ഇനിയിപ്പോൾ നേരെ ബഹുമാനായ ജാഥ ലീഡർ നമ്മുടെ ഈ പുതുയുഗ യാത്ര കാസർഗോഡ് ജില്ലാതല സമാപനമാണ് ഈ പരിപാടി നടക്കുന്നത്. DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട PK ഫൈസൽ, ബഹുമാനായ നമ്മുടെ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ പ്രിയപ്പെട്ട VD സതീശൻ സാറിന് ഒരു സ്നേഹോപഹാരം നൽകുന്നു. ജില്ലയുടെ പ്രിയപ്പെട്ട UDF ചെയർമാൻ കലക്ടർ മായനാജി സാഹിബ്, രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ, PK ഫൈസൽ DCC പ്രസിഡന്റ്, മുൻ MLA ശ്രീ MC കമറുദ്ദീൻ ഒരു സ്നേഹോപഹാരം. ഈസ്റ്റേരി മണ്ഡലം പ്രസിഡന്റ് ജോർജ്, മുസ്ലിം ലീഗിന്റെ പഠന പഞ്ചായത്ത് പ്രസിഡന്റും ബോംബെ KMCCയുടെ സമാധാനനായ പ്രസിഡന്റുമായ TKC മുഹമ്മദ് രാജി, ബഹുമാനായ നമ്മുടെ MP പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ നമ്മളോട് അല്പസമയം സംസാരിക്കുന്നത് സാധനം ക്ഷണിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൻ്റെ കുമ്പളയിൽ നിന്ന് ആരംഭിച്ചൊരു യാത്ര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ജനങ്ങൾ ഒരു സമുദ്രം പോലെ ആർത്തിരമ്പി വരികയാണ്. ഒരു കാര്യം വളരെ സുവ്യക്തമായി ഞാൻ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ 100 പറയുന്നത്. 1977 ആവർത്തിക്കും. 111 സീറ്റുകളോടെ കേരളം UDF ഭരിക്കും. ഈ ജാഥയുടെ നായകൻ, നിലപാടുകളുടെ രാജകുമാരൻ ശ്രീ VD സതീശൻ നിങ്ങളോട് പ്രസംഗിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് സംവദിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു.
സംസ്ഥാന കമ്മിറ്റി ഒരു ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോ. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ചെയർമാൻ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ ജനകീയനായ പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയമുള്ള പോരാളികളായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ MP പറഞ്ഞതുപോലെ ഒരു മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും. വെറും വിജയമല്ല, തിളക്കമാർന്ന വിജയം ഈ യുദ്ധത്തിൽ നമുക്ക് നേടണം. ദുഷ്ടശക്തികളെ കഴിഞ്ഞ ഒരു ദശകക്കാലം നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഈ ദുർഭരണത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള മഹായുദ്ധം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ, വരാനിരിക്കുന്ന തലമുറയെ മുഴുവൻ, അവരുടെ ഭാവിയെ പോലും തകർത്ത ഒരു ഭരണകൂടം, അവർക്ക് നമുക്ക് മറുപടി പറയണം. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഒന്നുമില്ല, വാരിക്കോരി നശിപ്പിച്ചു. സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പിണറായി വിജയൻ അടുത്ത മാസം ഭരണത്തിന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. എടുക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങിച്ചു. ചിലര് കടം മേടിച്ച് തറവാട് മുടിപ്പിക്കുന്നത് പോലെ ഈ കേരളം എന്ന തറവാട് കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇവർ കേരളത്തെ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്നും മാഫിയയുടെയും കേന്ദ്രമാക്കി. ഇന്നലെ കേരളം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഒരു കാപ്പ കേസിലെ പ്രതി ഗുണ്ടാ പിരിവ് ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ട് ഒരു സ്പായിലെ ജോലിക്കാരിയായ ഒരു പാവം പെൺകുട്ടിയെ അവർ 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. ഞങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ വിജയൻ, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഇത് കേരളമാണോ ബീഹാറാണോ? TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ പരോളിൽ പുറത്താണ്. 1000 ദിവസത്തിലധികം പരോള് കിട്ടിയ പ്രതികളുണ്ട്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിട്ട് 3 കൊല്ലം അവർ പുറത്താണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു CPM പ്രവർത്തകന് 1ലധികം പേർക്ക് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. അവൻ ജയിലിൽ പോയ ആദ്യത്തെ മാസം അവന് പരോള് കൊടുത്തു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന് കുഞ്ഞിക്കണ്ണൻ CPM നേതാവ് ആരോപിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചപ്പോൾ അയാളെ കൊല്ലും എന്ന് പറഞ്ഞ് നടത്തിയ പ്രകടനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പരോളിൽ ഇറങ്ങിയ പ്രതി. ആലോചിച്ചു നോക്കിയേ, ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ പരമസുഖമാ. ഞാൻ നിയമസഭയിൽ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ, പുതിയതിറങ്ങുന്ന ഫോൺ, iPhone അവർക്ക് കൊടുക്കണം. അപ്പൊ പാർട്ടി കൊണ്ടേ കൊടുക്കും. ഏറ്റവും ഇഷ്ടമുള്ള മദ്യത്തിന്റെ ബ്രാൻഡ് നേരത്തെ പറയും, പിറ്റേ ആഴ്ച അത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഭക്ഷണം തലേ ദിവസം പറയും,
രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്. കൊലക്കേസിലെ പ്രതികളാണ്. വൈകുന്നേരമാകുമ്പോൾ തണ്ടൂരി ചിക്കൻ. ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഒന്ന് എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞവർക്ക്. അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുതിയതറിഞ്ഞോ? ഒരു DIGയെ സസ്പെൻഡ് ചെയ്തു. പുറത്തു വന്നപ്പോഴാണ്. ഈ സാങ്കേതികമായി ഞങ്ങൾ ഭയങ്കരമായി പുരോഗമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണെന്നറിയോ? ജയിലിൽ പരോൾ കിട്ടണമെങ്കിൽ ഈ DIGക്ക് കൈക്കൂലി കൊടുക്കേണ്ടത് ഗൂഗിൾ പേയിലാണ്. ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുത്ത അപ്പോൾ പരോളാണ്. തടവ് പുള്ളികളുടെ കൈകളിൽ എങ്ങനെ പണം വരുന്നു? DIGക്ക് കൈക്കൂലി കൊടുക്കാൻ എങ്ങനെയാ വരുന്നത്? അവരവിടെ ഇരുന്ന് കൊട്ടേഷൻ നടത്തുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM. പേടിയാണ് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ. കാരണം ഒരു ഗൂഢാലോചനയുണ്ട് അതിന്റെ പുറകിൽ. ഇവരത് വെളിപ്പെടുത്തിയാൽ ഇപ്പൊ സ്റ്റേറ്റുകാരി പോണ പലരും ജയിലിൽ പോകും. ഇവര് അക്രമികളുടെ കൊലയാളികളുടെ പാർട്ടിയാണ്. ഇവർക്കൊരു രക്തസാക്ഷിയെ കിട്ടിയ പിന്നെ സന്തോഷമാണ്. കാരണം അവന്റെ പേരിൽ പിരിവാണ്. പയ്യന്നൂർ അതാണ്. ധനരാജ് എന്ന രക്തസാക്ഷിയുടെ പേരിൽ പിരിവ് നടത്തി പകുതി അടിച്ചു മാറ്റി. മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന പാവപ്പെട്ട പയ്യന്റെ പേരിൽ പണപ്പിരിവ് നടത്തി അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ കൊന്ന വിഷ്ണു രക്തസാക്ഷി പണം കൊണ്ടുപോയി. രക്തസാക്ഷി ഫണ്ട് കണ്ട് സഹിക്കവയ്യാതെ ആ രക്തസാക്ഷിയായ CPM ചെറുപ്പക്കാരന്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഞാനാണ് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്. രക്തസാക്ഷികളാ. അവർ പറഞ്ഞ് ഈ വൃത്തികെട്ട പാർട്ടിയിൽ ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നു. ഒരുത്തന്റെ ജീവിതം ആ പാർട്ടിക്ക് വേണ്ടി കുരുതി കൊടുത്ത കുടുംബമാണ്. ഇനി ഞങ്ങൾ അതിലില്ല. അവര് പറഞ്ഞു ഇവര് കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇവരിടതുപക്ഷക്കാരല്ല, ഇവര് തീവ്ര വലതുപക്ഷക്കാരാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചവർ പറയുന്നു. അവർക്ക് വലിയ വലിയ ആളുകളുമായിട്ടാണ് ബന്ധം. ഡൽഹി ചെന്നാൽ ഇരട്ടച്ചങ്ക അപ്രത്യക്ഷമാവും. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞു നിൽക്കും. അവരെവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളോട് മതനിരപേക്ഷത പ്രസംഗിക്കും. 2 ദിവസം കഴിയുമ്പോൾ വർഗീയത പറയുന്നവർക്ക് പൊന്നാള ചാർത്തി കൊടുക്കും. ഇതുപോലെ ഒരു ഇരട്ടത്താപ്പുള്ള പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യയിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് എന്തിനാ? കഴിഞ്ഞ 11 മാസക്കാലമായി നിങ്ങൾ അറിയണം, വീട്ടമ്മമാരുൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 11 മാസമായി 1ാം സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. മാർക്കറ്റിൽ ഇടപെടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനമില്ല. എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിച്ചു. സപ്ലൈകോ പോയി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട്. മരുന്നുകൾ വിതരണം നടത്തുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് ആശുപത്രിയിൽ പലതിലും കൊടുക്കുന്നത്. വമ്പൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. മരണസാധ്യതയുള്ള മാരകമായ മരുന്നുകളാണ് കൊടുക്കുന്നത്. നമ്മൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ 10 കൊല്ലം മുമ്പ് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആര്യാടൻ സാറ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ ലാഭത്തിലാക്കിയ LCT ബോർഡിന്റെ ഇപ്പോഴത്തെ നഷ്ടം എത്രയെന്നറിയാമോ? 50,000 കോടി. തകർത്തു എല്ലാം. KSRTC കുളമാക്കി. ക്ഷേമനിധി ബോർഡുകൾ തകർത്തു. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. കൊള്ളക്കാരുടെ സർക്കാരാണ്. ഞാൻ പറഞ്ഞു, ഒരു കളവ് നടത്തിയത് പുറത്തു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ ഇവർ പുറത്താക്കി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത
മൂന്നുന്നതരായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഒറ്റ ഒരുത്തനെതിരെ നടപടിയെടുത്തില്ല. കവർച്ച ചൂണ്ടിക്കാട്ടിയവനെതിരെ നടപടിയെടുത്തു പാർട്ടി. അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തവർക്കെതിരെ ഒരു നടപടിയില്ല. എന്താ നടപടിയെടുത്താൽ അവർ വേറെ ആളുകളുടെ പേര് പറയും. കുറെ പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്, അവര് ജയിലിൽ പോവും. ഇതാണ് ഈ പാർട്ടി. 2019 അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ശില്പം അവിടെ നിന്ന് എടുത്ത് അതിന്റെ വ്യാജനുണ്ടാക്കി ചെമ്പില്. ഒറിജിനൽ ഒരു കോടീശ്വരന് വിറ്റു കോടികൾക്ക്. എന്നിട്ട് വ്യാജ ചെമ്പ് പാളി പൂശാൻ വേണ്ടി കൊടുത്തു വിട്ടത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. 2024 ആയപ്പോ ഇതാരും അറിഞ്ഞില്ല. അപ്പൊ കോടതി പറയുകയാണ് ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി, അതായത് ഒരു വ്യാജമായ അത്യാവശ്യം ഉണ്ടാക്കി. വീണ്ടും ഒന്നുകൂടി പൂശാൻ വേണ്ടി വിടുകയാണ്. വീണ്ടും കക്കാൻ വേണ്ടി പോയതാ, ഒന്നുകൂടി അടിച്ചു മാറ്റാൻ വേണ്ടി പോയതാ. അയ്യപ്പന് മനസ്സിലായി അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റുമെന്ന്. അതുകൊണ്ടാണ് ഇവരൊക്കെ ജയിലിൽ പോയത്. ഇപ്പോ ഇനിയും ക്യൂവിൽ നിൽക്കുന്നുണ്ട് പാർട്ടിക്കാര്, കുറെ പേര് ക്യൂ നിൽക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ എന്താണ് ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റാത്തത്? കയ്യിലിട്ടതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പോണ പോക്കിലും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളം തകർന്നു. നമ്മുടെ കുട്ടികളൊക്കെ പോവുകയാണ് പുറത്തോട്ട്. എന്താ ഈ യാത്ര പുതുയുഗ യാത്രയായത്? ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ എവിടെയെല്ലാമാണ് കേരളത്തെ ഈ ഇടതുഭരണം തകർത്തത്, അവിടെയെല്ലാം ബദൽ പരിപാടികളുമായി ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ, നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ ടീം UDF ഉണ്ടാകുമെന്ന വാക്കാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, നമ്മളാണ് പറഞ്ഞത്. ആ വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യവതിയായി ആരോഗ്യ കേരളത്തെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മുടെ കുട്ടികൾ പോവുകയാണ് വിദേശത്ത് പഠിക്കാൻ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ജർമ്മനിയിലെയും ലണ്ടനിലെയും കാനഡയിലെയും എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ ഈ കേരളത്തിൽ തുടങ്ങും ടീം UDF. നമ്മുടെ കുട്ടികളെ എവിടെ നിർത്തും? അവർ പുറത്തിറങ്ങിയാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന നിരവധി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, അതിനവർക്ക് പിന്തുണ, മാനേജ്മെന്റ് മെന്റർമാർ, ടെക്നോ മെന്റർമാർ, പൈസയില്ലാത്ത പാവങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള പണം, തൊഴിൽ, ഇതെല്ലാം ഉണ്ടാക്കുന്ന വിപുലമായ പദ്ധതിയുമായിട്ടാണ് കേരളത്തിലെ UDF വരുന്നത്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ തുടർച്ചയായ 2 കൊല്ലക്കാലം ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളെ കൂട്ടിയിണക്കിയുള്ള പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. 600 കിലോമീറ്റർ ദൂരമുള്ള ഈ തീരപ്രദേശത്ത് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയാണ്. 2 ഇന്റർനാഷണൽ സീ പോർട്ടുകൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി പോർട്ടുകൾ, ഇതെല്ലാം ചേർത്ത് കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയാണ്. ഈ റോഡിലൂടെ പോകുന്ന സാധനങ്ങൾ കടലിലൂടെ പോകും. നമ്മുടെ റോഡ് പകുതി ഫ്രീ ആവും. റോഡിലെ അന്തരീക്ഷം കുറേയൂടി നന്നാകും. അത് കഴിഞ്ഞാൽ നദികളുമായി അതിനെ സംയോജിപ്പിച്ച് ടൂറിസം വികസിപ്പിക്കും. 3-ാം ഘട്ടത്തിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങും. ഇപ്പൊ ആളുകൾക്ക് കപ്പലിൽ പോയി യാത്ര നടത്തണമെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും പോകണം. ഈ കേരളത്തിൽ ആ കോസ്റ്റൽ ഷിപ്പിംഗ് ഇന്ത്യയിലെ ലോക പ്രശസ്തരായ മാരിടൈം എക്സ്പെർട്ടുമായി, ഷിപ്പിംഗ് എക്സ്പെർട്ടുമാരുമായി സംസാരിച്ച് നമ്മൾ തുടങ്ങുന്ന മിഷൻ സമുദ്ര, ഞാൻ ഇവിടെ പറയാണ്, മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് കേരളത്തിനെ സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റും. നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ. ഇനി UDF പൊരുതുന്നത്, UDF പരിശ്രമിക്കുന്നത്, UDF അധ്വാനിക്കുന്നത് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഈ നാട്ടിൽ നിർത്തി നിങ്ങളുടെ കൂടെ നിർത്താനാണ്, മാതാപിതാക്കളുടെ കൂടെ. അവരെ നമുക്ക് കളയാൻ പറ്റില്ല. അവർ ഈ നാടിന്റെ ഐശ്വര്യമാണ്.
ഈ നാടിന്റെ ക്രീമാണവർ. അവരെ പുറത്തേക്ക് വിട്ടാൽ 5 കൊല്ലം കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമായി മാറും. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് എല്ലായിടത്തും ഇടപെടും. കൃത്യമായ പദ്ധതികൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഭാവിയിലേക്കുള്ള കേരളത്തിന്റെ റോഡ് മാപ്പ് എല്ലാ മലയാളികളുടെ മനസ്സിൽ വരച്ചിട്ടതുപോലെയാക്കും UDF, ടീം UDF. ഇവരെ, ഈ കൊലയാളി ഭരണത്തെ, ഈ ദുർഭരണത്തെ നിങ്ങൾ നോക്കൂ. എല്ലായിടത്തും മയക്കുമരുന്നാണ്. എല്ലായിടത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ, അവരെ നശിപ്പിക്കാൻ ചെറുവിരൽ അനക്കുന്നുണ്ടോ ഈ ഗവൺമെന്റ്? ചോദിച്ചാൽ നിയമസഭയിൽ പറയും 10,000 കേസ് കൂടുതലെടുത്തു. ഏത് കേസാ? ഈ വലിക്കണവനെയാണ് പിടിക്കുന്നത്. അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തും 3 മണിക്കൂർ. കുറച്ച് കഴിയുമ്പോൾ ജാമ്യം എഴുതി കൊടുക്കും. അപ്പോൾ അവൻ പുറത്ത് വന്നിട്ട് 3 മണിക്കൂർ വലിക്കാത്തതും കൂടി ബാക്കി പുറത്ത് നിന്ന് വലിക്കും. ഇതെവിടെ നിന്ന് വരുന്നു? ഇതിന്റെ സോഴ്സ് എവിടെയാണ്? കണ്ടുപിടിക്കാൻ ഒരു എന്തെങ്കിലും ചെയ്തോ 10 കൊല്ലമായിട്ട്? ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ ആസ്ഥാനമാക്കി മാറ്റി. ഓരോ കുടുംബത്തിലും ആദിയാണ്, സങ്കടമാണ്, പ്രയാസമാണ്. 1ഉം 2ഉം മക്കളെയുള്ളൂ എല്ലായിടത്തും. അവരെയാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്തിനാണ് ഒരു ഗവൺമെന്റ്, പോലീസും പട്ടാളവും എക്സൈസും ഒക്കെയുള്ള ഒരു ഗവൺമെന്റ്? ഈ മയക്കുമരുന്നും മാഫിയെ തകർക്കാൻ നിങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? നിങ്ങൾ അവരുമായി സന്ധി ചെയ്തു. നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ മയക്കുമരുന്നും മാഫിയയ്ക്ക് വളമൊരുക്കി കൊടുക്കുന്നവരാണ്. എന്തും ചെയ്യും. എന്തും ചെയ്യാനുള്ള കുറെ അണികളെ വളർത്തി വച്ചിരിക്കുകയാണ് CPM. പക്ഷെ കുറെ നല്ല മനുഷ്യരുണ്ട്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ വെച്ചിരിച്ചോളാൻ പറഞ്ഞു. എന്തിനാ? അവര് നമുക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലും, സംശയമൊന്നും വേണ്ട. കാരണം മതിയായി അവർക്ക്. ഇടതുപക്ഷ സഹയാത്രികർ, ഇടതുപക്ഷം വന്നാൽ നാടിന് മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ച പാവങ്ങൾ, അവരിപ്പോ എന്താ പറയുന്നത്? ഇവരോ കമ്മ്യൂണിസ്റ്റ്, ഇവരോ ഇടതുപക്ഷം? ഇടതുപക്ഷം നമ്മളാണ്, നെഹ്റുവിയൻ ലെഫ്റ്റ്. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFുമാണ്. ഇവര് തീവ്ര വലതുപക്ഷമാണ്. അവര് നിങ്ങൾ നോക്കൂ, സംഘപരിവാർ എന്താ ചെയ്യുന്നത്? BJP ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കും, അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം പിടിക്കും. ഇപ്പൊ കേരളത്തിൽ CPM ചെയ്യുന്നത് എന്താ? സംഘപരിവാറിന്റെ അതേ വഴിയിൽ ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പിണറായി വിജയന്റെ 35 ദിവസത്തെ പ്രസംഗം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗത്തിലും പാലസ്തീൻ, ഗാസ, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ, പാവങ്ങൾ. പാർലമെന്റ് ഇലക്ഷന് ന്യൂനപക്ഷങ്ങൾ നല്ല പണി കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷ പ്രീണനമാണ്. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ. പിന്നെ AK ബാലന്റെ വർത്തമാനം, സജി ചെറിയാന്റെ വർത്തമാനം, ഇവരിടയ്ക്കിടയ്ക്ക് പൊന്നാടയിട്ട് കൊടുക്കുന്ന വേറെ ചിലരുടെ വർത്തമാനം. അപ്പൊ ഇത് വർത്തമാനം അതാ. അപ്പൊ സംഘപരിവാറിന്റെ അതേ വഴിയിലാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. അതേ വഴിയിൽ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് UDFന്റെ പ്രസക്തി. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും കേരളത്തിൽ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. ഈ കേരളത്തിൽ വിദ്വേഷം വേണ്ട, നമ്മളെ തമ്മിലടിപ്പിക്കാൻ ആരും വരണ്ട. ആ മതേതര നിലപാടിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണെങ്കിലും വെള്ളം ചേർക്കില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല. എന്താ ഞങ്ങൾ പറഞ്ഞു? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ ഓർമ്മയാവും. ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, നമ്മുടെ കൊച്ചുമക്കൾ ഉണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ഈ കേരളത്തിൽ ജീവിക്കണം, വേണ്ടേ? അവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട്
ഇവിടെ ആരും വർഗീയത പറഞ്ഞു വരണ്ട. വർഗീയത പറഞ്ഞു വരുന്നവരെ ചോദ്യം ചെയ്യാൻ, നേരിടാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി അറിയാവുന്ന UDF ഉണ്ട് എന്ന് ഞങ്ങൾ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഓരോരുത്തരും വർഗീയത പറയണ്ട, ഒരാളും പറയണ്ട. പ്രതിരോധിക്കും, നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രതിരോധിക്കും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ, വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ടീം UDF ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി, ഒരു പക്ഷേ ഞാൻ 100-ലധികം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഉണ്ണിത്താനായിട്ട് എനിക്ക് തർക്കമില്ല. 100-ലധികം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ 111, അതൊരു സ്വപ്നമാണ്. അത് ഞാൻ അതുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നില്ലേ പിണറായി 3, അത് പറയുന്ന നല്ലതെന്ന് ഞാൻ പറയും. ഞാനാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. അത് കേൾക്കുമ്പോൾ ആളുകൾ എൻ്റെ ദൈവമേ ഇവന്മാർ 3ാമതും വരുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ 77 സ്കൂളിൽ പഠിക്കുകയാണ്, 1977 സ്കൂളിൽ. അപ്പോൾ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താ മുദ്രാവാക്യം എന്നറിയാം? CPM-ന്റെ 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതായത് 57-ൽ EMS മുഖ്യമന്ത്രിയായിരുന്നു, 67-ൽ EMS മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം 77-ലും മുഖ്യമന്ത്രിയാവുന്നു. 77-ൽ എന്താ സംഭവിച്ചത്? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാഭൂരിപക്ഷം നേടി 140-ൽ ഉണ്ണിത്താൻ നീ പറഞ്ഞ 111 സീറ്റ് നേടി CK കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അപ്പോ 57-ലും EMS, 67-ലും EMS, 77-ലും EMS എന്ന് പറഞ്ഞ EMS കഷ്ടി 2000 വോട്ട് തികഞ്ഞില്ല ഭൂരിപക്ഷം. ഒരു കോട്ടയിൽ നമ്മുടെ VS വിജയരാഘവനാണ് വിരട്ടിയത്. EMS-ന് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി വലിയ മാലയുമായി സഖാക്കൾ കാത്തിരുന്നു. മാലയായിട്ട് ചെന്നപ്പോൾ EMS പറഞ്ഞു, ഞാൻ സാങ്കേതികമായി ജയിച്ചിട്ടുള്ളൂ, നിങ്ങളാ പോയി ആ വിജയരാഘവന് മാലയിടിക്കാൻ പറഞ്ഞു. മനസ്സിലായല്ല? അതാണൊരു കഥ. അതുകൊണ്ട് പിണറായി 3 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മറുപടി കൊടുത്തേക്ക് 57-ൽ EMS, 67-ൽ EMS, 77-ൽ K കരുണാകരൻ. അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി നേടിയെടുക്കണം. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് 5 സീറ്റും നേടാൻ പറ്റും. 5 സീറ്റും നിങ്ങൾ ഒരുമിച്ച് നിന്നോ. നമുക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വിജയം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി. ഇപ്പം അത് പ്രസിദ്ധീകരിക്കണ്ടല്ലോ, മുൻകൂട്ടി പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 4 കോർപ്പറേഷൻ ജയിക്കുമെന്ന് പറഞ്ഞു, പറഞ്ഞില്ലേ? 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പ്. 8ാമത്തെ 9ാമത്തെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 8ാമത്തെ ഇവിടെ ഒരു സീറ്റിന് പോയി. 2ാമത്തെ 9ാമത്തെ തിരുവനന്തപുരത്ത് 2 വോട്ടിന് പോയി, ഇല്ലേ 9 കിട്ടിയത്. മുനിസിപ്പാലിറ്റികൾ 60%-ലധികം ജയിക്കുമെന്ന് പറഞ്ഞു. 64% മുനിസിപ്പാലിറ്റികൾ ജയിച്ചു. 55%-ലേറെ ഗ്രാമപഞ്ചായത്ത് ജയിക്കുമെന്ന് പറഞ്ഞു. 59% ഗ്രാമപഞ്ചായത്ത്, 58-59% ഗ്രാമപഞ്ചായത്ത് ജയിച്ചില്ലേ? ജയിച്ചല്ലോ. 17 മുതൽ 19 സീറ്റ് വരെ പാർലമെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. 18 കിട്ടി. തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷം പറഞ്ഞു, 25,000-ന് ജയിച്ചു. പുതുപ്പള്ളിയിൽ വിസ്മയകരമായ ഭൂരിപക്ഷം പറഞ്ഞു. ഉമ്മൻചാണ്ടി ജയിച്ച 9,000 വോട്ടിന്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിന് ചാണ്ടി ഉമ്മൻ ജയിച്ചു. ഇവിടെ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ച സീറ്റിൽ 3,000 വോട്ടിന് ജയിച്ച സീറ്റിൽ അതിന്റെ 5 ഇരട്ടി വോട്ടിൽ നമ്മൾ ജയിച്ചു. CPM ജയിച്ച നിലമ്പൂര് നമ്മൾ 11,000-ലധികം വോട്ടിന് തിരിച്ചു പിടിച്ചു. ആകെ തോറ്റത് ചേലക്കരയില്ല. പക്ഷേ 40,000 വോട്ടിന്റെ CPM ഭൂരിപക്ഷം 12,000-ആയി നമ്മൾ കുറച്ചു. ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. ഇതാണ് അവസാന യുദ്ധം. ഈ സർക്കാരിനെതിരായ മുഴുവൻ പ്രതിഷേധവും അലയടിക്കേണ്ട, നാടിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ, അത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പുള്ള UDF-നെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. ഇനി വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യണം. മുഴുവൻ സീറ്റും പിടിച്ചെടുക്കണം. ഒരു സീറ്റും നമ്മുടെ മുമ്പിലില്ല, തോക്കുന്ന ഒരു സീറ്റും ഇല്ല. ജയിക്കാം. നല്ല വാശിയോടുകൂടി
എല്ലാ സീറ്റുകളും ജയിക്കാനുള്ള വാശിയേറിയ പോരാട്ടം നടത്തണം. അതിൽ CPM-കാർ വോട്ട് ചെയ്യും, ഇടതുപക്ഷ സഹയാത്രികർ വോട്ട് ചെയ്യും, കുറേ നാളായി നമുക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് പേർ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടോ, കഴിഞ്ഞ കുറേ നാളായി നമുക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് പേർ ഈ പ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യും. ആ ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കുന്നതിൻ്റെ ചുമതല ഞാൻ ഈ വേദിയിലും ഇവിടെയും ഇരിക്കുന്ന നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇനി വിജയം ആഘോഷിക്കാൻ വരുമ്പോൾ കാണാം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് ഈ പൊരിവെയിലിൽ നിങ്ങൾ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.